ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐറ്റം കൊണ്ടാണ്. വേറൊന്നല്ല, നവ്യ ബേക്കറിയിലെ ക്രീം ബണ്ണുമായിട്ടാണ്. എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന്. ലിപ് മൂവ്മെൻറ്റ് കറക്റ്റല്ലെന്നല്ലേ? ഓഡിയോയും വീഡിയോയും കൂടി ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത്, പക്ഷേ ഓഡിയോന് ഒട്ടും സൗണ്ട് വരായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഡബ് ചെയ്യാമെന്ന്, ഏതിൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഡയലോഗ് എഴുതിയൊക്കെ മറന്നുപോയി. എന്നാൽ പിന്നെ എന്താ ചെയ്യുക, കയ്യിൽ നിന്ന് എടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അയ്യോ, വിഷയത്തിൽ നിന്ന് തെന്നിമാറിയോ എന്നൊരു സംശയം. എന്നാൽ പിന്നെ നമുക്ക് ക്രീം ബണ്ണിലോട്ട് പോവാം. എന്തുകൊണ്ടാണ് ഈ ക്രീം ബണ്ണ് എനിക്ക് ഇത്രയും പ്രിയപ്പെട്ടതായെന്നല്ലേ? വേറൊന്നല്ല, ഇതിൻ്റെ ക്രീമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തന്നെയാണ്. ഒരു രക്ഷയില്ല. ഈ ഒരു ബണ്ണ് വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് വരെ ഞാൻ ആ ബേക്കറി പോകാറുണ്ട്. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാക്കറ്റിൽ വന്ന കാരണം നിങ്ങൾക്കൊരു പേടി ഉണ്ടാവുമല്ലേ? എന്നാൽ ഒട്ടും പേടിക്കണ്ട, ഇതിനാകെ 2 ദിവസം ലൈഫ് ടൈമുള്ളൂ. നെക്സ്റ്റ് ഐറ്റം വരുന്നത് കുനാഫ പിസ്താഷോ ചോക്ലേറ്റാണ്. ഒരിടക്ക് ട്രെൻഡിങ് ആയ ഒരു ചോക്ലേറ്റാണ്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ, ട്രൈ ചെയ്യല്ലേ? ഞാനൊരു ചെറിയ ചോക്ലേറ്റ് ലവറും കൂടിയാണ്, അപ്പോൾ പിന്നെ ട്രൈ ചെയ്യാണ്ടിരിക്കണ മോശമല്ലേ? ഇത് ട്രെൻഡിങ് ആയ സമയത്ത് എനിക്ക് കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സാധിച്ചില്ല. ജിയോ ബേക്കറി കയറിയിട്ട് എന്തെടുക്കണമെന്ന് ആലോചിച്ച് ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെൻ്റെ കണ്ണിൽപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിൻ്റെ മിനി പാക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. ഇതിൻ്റെ കവറിങ്ങൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ചിരിയാണത്. ഇത് ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. അതിൻ്റെ കവറിൽ എഴുതിയ പോലെ തന്നെ ബൈറ്റ്, സ്മൈൽ, റിപ്പീറ്റ്. റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് എനിക്കൊരു നിമിഷം തോന്നി. അതുപോലെ എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്കും എന്നെപ്പോലെ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. എന്നാൽ എൻ്റെ ഓഡിയോ എന്നെ പറ്റിച്ചു. നെക്സ്റ്റ് ഒരു പുഡിങ്ങാണ്, ഒരു മാംഗോ പുഡിങ്. എനിക്ക് പുഡിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്, പക്ഷേ എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും കാര്യമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാത്തത്. ഒരു ആവറേജ് എനിക്ക് തോന്നിയത്. പിന്നെ അതിൽ മാംഗോൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളെ കാണിക്കാൻ എടുത്തതാണ്, അപ്പം തന്നെ താഴെപ്പോയി. സാരില്ല, എനിക്കതിൽ വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും കാണാം, സീ യു. എന്നാലും എൻ്റെ ഓഡിയോ എന്നെ ചതിച്ചു.